ഗുരു, ഇതാ കുറിയപ്പം, ഒരു മുട്ടയുമുണ്ട്. ചുവന്ന കുപ്പായമിട്ട ധനികനായ ഒരാൾ അവിടെ നിന്നല്ലോ. അയാൾ എനിക്ക് തന്നതാണ്. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ പ്രസംഗം കേൾക്കുന്നു, വിശന്നിരിക്കുന്നു. ഈശോ പ്രസംഗിക്കുന്നു, വിശന്നിരിക്കുന്നു. നിങ്ങളുടെ പക്കലുള്ള ഒരു മുട്ട ഏൽപ്പിക്കൂ. ഇത് നിങ്ങൾക്ക് ചെയ്യുന്നതിലും അധികം നന്മ അവിടത്തേക്ക് ചെയ്യും. പത്രോസ് ഈശോയോട് പറഞ്ഞു. പത്രോസ് ഈശോ വിളിച്ചു, അരുത് കർത്താവേ, മാതാവിൻ്റെ ശുഷ്കമായ മാറിടം നുകരുന്ന ഒരു കുട്ടിയെപ്പോലെ അവിടുന്ന് ക്ഷീണിതനാണ്. ഇണചേരുന്ന കാലം കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന മത്സ്യത്തെപ്പോലെ ആയിരിക്കുകയാണ് അവിടുന്ന്. ഇത് ഞാൻ കാണുന്ന കാര്യവുമാണ്. ഇതിന് ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ചൂട് ചാരത്തിലിട്ട് ഞാൻ ഈ മുട്ട വേവിച്ചു തരാം. അവിടുന്ന് തിന്നണം. അങ്ങിത് തിന്നുകയില്ലേ? ആഴ്ചകളോളമായി നാം അപ്പവും ഒലിവുപഴങ്ങളും അല്പം മാത്രമേ കഴിക്കുന്നുള്ളൂ. നമ്മൾ ഉപവസിക്കുകയാണെന്ന് മറ്റുള്ളവർ പറഞ്ഞേക്കാം. അവിടുന്ന് എല്ലാവരെയും കുറച്ച് ഭക്ഷിക്കുകയും എല്ലാവർക്കും വേണ്ടി സംസാരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതാ മുട്ട, ചൂടോടെ കഴിച്ചുകൊള്ളുക. ഇത് അങ്ങേക്ക് ഗുണം ചെയ്യും. ഈശോ അതനുസരിച്ചു. പത്രോസ് അപ്പം മാത്രം തിന്നുന്നത് കണ്ടപ്പോൾ അവിടുന്ന് ചോദിച്ചു, എന്താണിങ്ങനെ? ഒലിവുപഴങ്ങൾ എവിടെ? പിന്നീട് ഒരാൾക്ക് കൊടുക്കാൻ ഞാൻ അവ മാറ്റിവെച്ചിരിക്കുകയാണ്. ഞാൻ വാക്ക് കൊടുത്തുപോയി. ആർക്ക്? കുറെ കുട്ടികൾക്ക്. എന്നാൽ അവസാനം വരെയും അവർ മിണ്ടാതെ ഇരുന്നില്ലെങ്കിൽ ഞാൻ അവ തിന്നും. അവർക്ക് അടിയും കൊടുക്കും. അത് കൊള്ളാമല്ലോ. ഹേയ്, ഒരിക്കലും ഞാനത് ചെയ്യുകയില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞേ പറ്റൂ. വായാടിത്തത്തിന് എനിക്ക് കുറേയധികം അടി കിട്ടിയിട്ടുണ്ട്. എൻ്റെ തമാശകൾക്ക് അവർ ഓരോന്ന് വെച്ച് തന്നാലോ? ശരിക്കും എനിക്കതിന് അർഹതയുണ്ട്. എങ്കിൽ 10 ഇരട്ടി അടി എനിക്ക് കിട്ടും. എങ്കിലും അവർക്ക് അങ്ങയോട് ഇഷ്ടമാണ്. ഞാനും അതുപോലെയാണ്. എന്തുകൊണ്ടെന്നാൽ അവരെ കിട്ടിയത് എനിക്കാണല്ലോ. ആ അപ്പസ്തോലന്റെ ആത്മാർത്ഥമായ പറച്ചിൽ കേട്ട് എല്ലാവരും ചിരിച്ചുപോയി. അപ്പോൾ ബെർത്തലോമിയ പറഞ്ഞു, ഗുരു, ഒരു കാര്യം അങ്ങയെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നാളെ അവർക്ക് യഥാസമയം ഭക്ഷണം കിട്ടുമെന്നോ വീട്ടിലെത്താൻ കഴിയുമെന്നോ എനിക്ക് തോന്നുന്നില്ല. ശരിയാണ്, ഇന്ന് വെള്ളിയാഴ്ചയായി. മറ്റു പലരും അതിനെ പിന്താങ്ങി. അത് പ്രശ്നമല്ല. ദൈവം അതിനൊക്കെ വഴി കാണും. പക്ഷെ നാം അവരോട് പറയണം. വൃക്ഷങ്ങൾക്കിടയിൽ ഇരുന്ന ജനങ്ങളുടെ അടുത്തേക്ക് ഈശോ പോയി. അവിടുന്ന് പറഞ്ഞു, ആദ്യമായി ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇന്ന് വെള്ളിയാഴ്ചയാണ്. സമയത്തിന് വീട്ടിലെത്താൻ കഴിയുകയില്ലെന്ന് ഭയമുള്ളവരും നാളത്തേക്കുള്ള ഭക്ഷണം ദൈവം തരുമെന്ന് വിശ്വസിക്കാൻ കഴിയാത്തവരും ഉടൻ തന്നെ പോയിക്കൊള്ളണം. സൂര്യ അസ്തമയത്തിനു മുമ്പ് അവർക്ക് വീട്ടിലെത്താം. ആ വലിയ ജനക്കൂട്ടത്തിൽ നിന്ന് ഏകദേശം 50 പേർ എഴുന്നേറ്റ് പോയി. ബാക്കിയുള്ളവർ അവിടെ ഇരുന്നു. ഈശോ പുഞ്ചിരിച്ചുകൊണ്ട് പ്രസംഗം ആരംഭിച്ചു. പഴയ കാലത്ത് ഇപ്രകാരം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത്. ഈ പാപത്തെപ്പറ്റി ഞാൻ പല സ്ഥലങ്ങളിലും വെച്ച് പറയുന്നത് നിങ്ങളിൽ പലരും കേട്ടിരിക്കുമല്ലോ. എന്തുകൊണ്ടെന്നാൽ എൻ്റെ നോട്ടത്തിൽ ഇത് ഒരാളെ മാത്രമല്ല 2 or 3 പേരെ ബാധിക്കുന്ന പാപമാണ്. ഞാനിത് ഒന്നുകൂടി വ്യക്തമാക്കാം. ഒരു വ്യഭിചാരി തന്നോട് തന്നെ പാപം ചെയ്യുന്നു. അയാൾ അതിലെ പങ്കാളിയോട് പാപം ചെയ്യുന്നു. വഞ്ചിതയായ ഭാര്യയോ ഭർത്താവോ പാപം ചെയ്യാൻ ഇത് കാരണമായി തീരുകയും ചെയ്യുന്നു. ഇപ്രകാരം വഞ്ചിക്കപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാർ നിരാശയിൽ ആണ്ടുപോകുന്നതിനോ വല്ല കടുങ്കൈ ചെയ്യുന്നതിനോ പ്രേരിതരാകുന്നു. ചെയ്തു കഴിഞ്ഞ വ്യഭിചാരത്തെക്കുറിച്ചാണ് ഞാനിത് പറഞ്ഞത്. എന്നാൽ ഞാൻ ഒന്നുകൂടി പറയുന്നു. ചെയ്തു കഴിഞ്ഞ പാപം മാത്രമല്ല പാപം, ചെയ്യാനുള്ള അഭിലാഷവും പാപം തന്നെയാണ്. വ്യഭിചാരം എന്നത് എന്താണ്? നമ്മുടേതല്ലാത്ത ഒരുവന് വേണ്ടിയോ ഒരുവൾക്കു വേണ്ടിയോ ഉള്ള ആസക്തിയാണത്. പാപം ആഗ്രഹത്തിൽ തുടങ്ങുന്നു, പ്രലോഭനത്തിൽ തുടരുന്നു, പ്രേരണയിൽ പൂർത്തിയാവുന്നു, പ്രവൃത്തിയിൽ മകുടമണിയുന്നു. ഒരാൾ ഈ പാപത്തിന് തുടക്കം കുറിക്കുന്നത് എങ്ങനെയാണ്? സാധാരണഗതിയിൽ ശുദ്ധമല്ലാത്തൊരു നോട്ടം മുഖേനയായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ സംഭവിക്കും. പരിശുദ്ധമായ കണ്ണുകൾക്ക് അദൃശ്യമായവ. പരിശുദ്ധിയില്ലാത്ത കണ്ണുകൾ കാണുന്നു. കണ്ണിലൂടെ പ്രവേശിക്കുന്ന ദാഹം തൊണ്ടയിലും വിശപ്പ് ശരീരത്തിലും എത്തി രക്തത്തെ ചൂടുപിടിപ്പിക്കുന്നു. ഇത് മാംസനിബിഡമായ ദാഹവും വിശപ്പും ചൂടുമാണ്. ഇത് അയാളെ ഉന്മാദത്തിലേക്ക് നയിക്കുന്നു. കാണപ്പെടുന്ന വ്യക്തി വഴങ്ങാത്ത ആളാണെങ്കിൽ ഉന്മാദിയായ വിഷയാസക്തൻ ഉത്കണ്ഠാകുലനായിത്തീരുന്നു.
അല്ലെങ്കിൽ പ്രതികേരേച്ചുവായി തീരുന്നു. എന്നാൽ കാണപ്പെടുന്ന ആൾ ധാർമ്മിക ബോധമുള്ള ആളല്ലെങ്കിൽ വിഷയാസക്തമായ നോട്ടത്തിന് അനുകൂലമായി പ്രതികരിക്കുന്നു. പാപത്തിലേക്കുള്ള അധംപതനം അതോടെ ആരംഭിക്കുന്നു. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കാമാസക്തിയോടെ ഒരു പുരുഷൻ സ്ത്രീയെ നോക്കുന്നുവെങ്കിൽ അയാൾ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അവൻ അഭിലഷിക്കുന്ന പ്രവൃത്തി ചിന്ത പൂർത്തീകരിക്കുന്നു. നിന്റെ വലതു കണ്ണ് പാപകാരണമായി തീരുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് ദൂരെ കളയുക. 2 കണ്ണുള്ളവനായി നരകാന്തകാരത്തിലേക്ക് എന്നേക്കും എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണില്ലാതെ ഇരിക്കുകയാണ്. വലത് കൈ പാപം ചെയ്യാൻ നിന്നെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അത് മുറിച്ചെടുത്ത് ദൂരെ കളയുക. നിങ്ങളുടെ മുഴുവൻ ശരീരവും നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ ശരീരത്തിലെ ഒരു ഭാഗം ഇല്ലാതെ ഇരിക്കുന്നതാണ്. അംഗഭംഗമുള്ളവർക്ക് ദേവാലയത്തിൽ ദൈവത്തെ ശുശ്രൂഷിക്കാൻ കഴിയുകയില്ലെന്ന് എഴുതപ്പെട്ടിട്ടുള്ളത് ശരി തന്നെ. എന്നാൽ ഈ ലോകത്തിനു ശേഷം ജന്മനാ പരിശുദ്ധരായിട്ടുള്ള വികലാംഗരും നന്മയെ പ്രതി വികലാംഗപ്പെട്ടിട്ടുള്ളവരും മാലാഖമാരേക്കാൾ സൗന്ദര്യമുള്ളവരായി തീരുകയും സ്വർഗീയ സൗഭാഗ്യത്തിലിരുന്ന് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അവിടത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യും. ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിക്കുന്ന പക്ഷം അവൾക്ക് ഉപേക്ഷാ ചീട്ട് നൽകണമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ അനുശാസന അല്ലാത്തത് കൊണ്ട് ഈ നിയമം തള്ളിക്കളയേണ്ടതാണ്. ദൈവം ആദത്തോട് പറഞ്ഞത് ഇപ്രകാരമാണ്: നിനക്ക് വേണ്ടി ഞാൻ സൃഷ്ടിച്ച സഹായിയാണിത്. നിങ്ങൾ വർദ്ധിച്ച് ഭൂമിയിൽ നിറയുക, അതിനെ പിടിച്ചടക്കുക. അതുവരെയും പാപം ചെയ്തിട്ടില്ലാത്ത ആദാമിനെ മികച്ച ബുദ്ധിശക്തിയാൽ ദൈവം പരിപൂർണനാക്കി. ആദം പറഞ്ഞു, ഇവളെൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. ഇവൾ സ്ത്രീ എന്ന് വിളിക്കപ്പെടും. അതായത് ഇവൾ എൻ്റെ തന്നെ മറ്റൊരു രൂപമാണ്. എന്തുകൊണ്ടെന്നാൽ ഇവൾ എന്നിൽ നിന്നും എടുക്കപ്പെട്ടവളാണ്. അതുകൊണ്ടാണ് ഒരു പുരുഷൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്നത്. അങ്ങനെ അവർ ഒരു ശരീരമായി തീരുന്നു. നിത്യപ്രകാശമായ ദൈവം ആദത്തിൻ്റെ വാക്കുകളെ അംഗീകരിക്കുകയും അത് മാറ്റമില്ലാത്ത ആദ്യ നിയമമായി തീരുകയും ചെയ്തു. എന്നാൽ മനുഷ്യന്റെ ഹൃദയകാഠിന്യ നിമിത്തം മാനുഷിക നിയമദാതാവ് ഒരു പുതിയ നിയമം നിങ്ങൾക്ക് തരേണ്ടി വന്നു. മനുഷ്യന്റെ വർദ്ധമാനമായ അസ്ഥിരത മൂലം അദ്ദേഹം ഒരു നിയന്ത്രണ വ്യവസ്ഥ കൂടി ഏർപ്പെടുത്തി. ഭാര്യയെ ഉപേക്ഷിച്ചവൻ അവളെ തിരികെ സ്വീകരിക്കുവാൻ പാടില്ല. ഭൗമിക പറുദീസയിൽ വെച്ച് പ്രാബല്യത്തിൽ വന്നതും ദൈവം അംഗീകരിച്ചതുമായ ആദ്യ നിയമത്തെ ഇത് ദുർബലമാക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം ഒഴികെ മറ്റെന്തെങ്കിലും കാരണത്തിന് ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകളിൽ 90% എന്താണ് ചെയ്യുന്നത്? അവൾ വീണ്ടും വിവാഹിതയാവും. അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും? അതേപ്പറ്റി എത്ര വേണമെങ്കിലും പറയാം. ഈ സമ്പ്രദായം അബോധപൂർവമായ അവിഹിത വീഴ്ചക്ക് വഴിതെളിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? കാമാസക്തിയുടെ പേരിൽ എത്രയധികം പേരിൽ. ഇതിന് വേറെ പേരൊന്നുമില്ല. നിങ്ങൾ നേർവഴിക്ക് ചിന്തിക്കൂ. ആത്മാവ് പരിശുദ്ധമെങ്കിൽ നിങ്ങൾക്ക് ഏതു പ്രശ്നത്തെയും അതിജീവിക്കാം. എന്നാൽ ആത്മാവ് കാമാസക്തമെങ്കിൽ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് എല്ലാം ഒഴുകഴിവായിത്തീരും. പരിശുദ്ധിയോടെ സ്നേഹിക്കുവാൻ കഴിയുമെങ്കിൽ സ്ത്രീക്ക് ഒരു നിരുന്മേഷം, വിരസത, വീട്ടുജോലികളിലുള്ള വീഴ്ചകൾ, വായാടിത്തം, ആഡംബരപ്രിയം എന്നിവയെ അതിജീവിക്കുവാനും രോഗം, മുൻകോപം എന്നിവയെ ഒഴിവാക്കാനും കഴിയും. എന്നാൽ പ്രഥമ ദിനത്തിൽ എന്ന പോലെ പിന്നീട് ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് സുസാധ്യമായതിനെ അസാധ്യമായി വിചാരിക്കുന്നത് കൊണ്ടാണ്. തൽഫലമായി പാവപ്പെട്ട ഒരു സ്ത്രീ തെരുവിലേക്ക്, അപരിഹാര്യമായ വിനാശത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. അവളെ ഉപേക്ഷിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. വിവാഹമോചനത്തിന് ശേഷം അവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഇത് ഓർത്തുകൊള്ളുക. നിന്റെ എണിയുടെ പേരിൽ നിനക്ക് അസന്തുഷ്ടിയുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഒരു കുരിശ് പോലെ ചുമക്കുക. അസന്തുഷ്ടരെങ്കിലും രണ്ടുപേരും പരിശുദ്ധരായിരുന്നാൽ കുട്ടികളെ സന്തുഷ്ടരായി തന്നെ വളർത്താം.
നിർഭാഗ്യകരമായ സ്ഥിതിവിശേഷങ്ങൾ കൂടുതൽ ബാധിക്കുക നിങ്ങളുടെ നിഷ്കളങ്കരായ കുട്ടികളെ ആയിരിക്കും. കുട്ടികളോട് സ്നേഹമുണ്ടെങ്കിൽ 100 തവണ ആലോചിച്ച് നിങ്ങൾ എന്തും ചെയ്യാവൂ. ജീവിത പങ്കാളി മരിച്ചു പോയാലത്തെ സ്ഥിതിയും ഇതുതന്നെയാണ്. ഓ, നിങ്ങൾക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതേപ്പറ്റി മതി എന്ന് ദൈവം പറയും. പങ്കാളിയുടെ മരണം നിങ്ങളെ ക്ഷീണിപ്പിക്കുകയല്ല, രക്ഷാകർത്താവ് എന്ന നിലയിലുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് വിധവകളും വിഭാര്യരും മനസ്സിലാക്കണം. മരിച്ചുപോയ അമ്മയുടെ സ്ഥാനത്ത് നിങ്ങൾ ഒരമ്മയായി തീരണം. അച്ഛനാണ് മരിച്ചതെങ്കിൽ നിങ്ങൾ അച്ഛൻ്റെ സ്ഥാനം ഏറ്റെടുക്കണം. അങ്ങനെ 2 ആത്മാക്കളും കൂടി ഒന്നായി തീരുകയും മരിച്ചുപോയ പങ്കാളിയുടെ ചുണ്ടിൽ നിന്നും കുട്ടികൾക്ക് വേണ്ടി സ്നേഹം ഏറ്റുവാങ്ങുകയും ചെയ്യണം. എന്നിട്ട് പരേതിൻ്റെ ആത്മാവിനോട് പറയുക, സമാധാനത്തോടു കൂടി പോയാലും. അങ്ങയുടെ കുഞ്ഞുങ്ങളെപ്പറ്റി ദുഃഖിക്കേണ്ട. എൻ്റെ സ്വന്തം പേരിലും അങ്ങയുടെ പേരിലും ഞാൻ അവരെ തുടർന്ന് സ്നേഹിച്ചുകൊള്ളാം. ഞാൻ അവരെ ഇരട്ടിയായി അച്ഛനും അമ്മയും എന്ന നിലയിൽ സ്നേഹിക്കും. അനാഥരെന്ന നിലയിൽ അവർ ദുഃഖിക്കേണ്ടി വരില്ല. പുനർവിവാഹം ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് ഒരു രണ്ടാനമ്മയോടോ വളർത്തച്ഛനോടോ ജന്മസിദ്ധമായ ഈർഷ്യ വരുത്തുവാനും ഞാൻ ഇടയാക്കുകയില്ല. എൻ്റെ മക്കളെ, എൻ്റെ പ്രസംഗം അവസാനിക്കാൻ പോവുകയാണ്. എന്തെന്നാൽ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു, പകലും അവസാനിക്കാൻ തുടങ്ങും. മലയിൽ ചേർന്ന ഈ യോഗത്തിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവയെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കൊത്തിവെക്കുക. വീണ്ടും വീണ്ടും കൂടെ കൂടെ അവയെ വായിക്കുക. അവ നിങ്ങളെ എന്നെന്നും വഴി നടത്തട്ടെ. സർവോപരി ദുർബലരോട് കാരുണ്യം കാണിക്കുക. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കുക. ദൈവം നിങ്ങളെ ഇപ്രകാരം അനുസ്മരിപ്പിക്കുന്ന സമയം വരുമെന്ന് ഓർത്തുകൊള്ളൂ. ഇങ്ങനെയാണ് നീ വിധിച്ചത്. അത് തെറ്റായിരുന്നുവെന്ന് ഈ അനുഭവത്തിലൂടെ നീ മനസ്സിലാക്കി കാണും. പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നീ അന്ന് പാപം ചെയ്തു. ഇപ്പോൾ നീ അതിൻ്റെ ഫലം അനുഭവിച്ചേ മതിയാവും. കാരുണ്യം എന്നത് ഒരു ക്ഷമാപണമാണ്. എല്ലാവരോടും എല്ലാറ്റിലും ഔദാര്യം കാണിക്കുക. നിന്നെ നല്ല അവസ്ഥയിൽ നിലനിർത്തുന്നതിന് ദൈവം ഇത്രയധികം സഹായം തരുന്നുവെങ്കിൽ അതിൻ്റെ പേരിൽ നീ അഭിമാനം കൊള്ളരുത്. നേരെ മറിച്ച് പരിപൂർണതയിലേക്കുള്ള പടികൾ മുഴുവൻ കയറുന്നതിനും ക്ഷീണിതരെയും അജ്ഞരെയും നിരാശരെയും ഒരു കൈ കൊടുത്ത് സഹായിക്കുന്നതിനും നിങ്ങൾ തയ്യാറാവണം. സ്വന്തം കണ്ണിലെ കോലെടുക്കുന്നതിന് മുമ്പ് സഹോദരൻ്റെ കണ്ണിലെ കരടെടുക്കുന്നതിന് നിങ്ങൾ ഇത്രയധികം വ്യഗ്രത കാണിക്കുന്നത് എന്തിനാണ്? നിന്റെ കണ്ണിലെ കരടെടുക്കട്ടെ എന്ന് സഹോദരനോട് പറയുവാൻ നിങ്ങൾക്കെങ്ങനെ ധൈര്യം വരും? അതിനു മുമ്പേ നിന്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തുന്ന കോലെടുത്ത് കളയുക. ഞാൻ നിങ്ങളോട് പറയുന്നു, ആദ്യം നിങ്ങളുടെ കണ്ണിലെ കോലെടുത്ത് കളയുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ കഴിയും. നിങ്ങൾ പരസ്നേഹവും വിവേകവും കൈവിട്ട് പെരുമാറാതിരിക്കുക. ക്ഷീണിതരും അജ്ഞരും നിരാശരുമായവർക്ക് സഹായം ചെയ്യുവാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. എന്നാൽ അജ്ഞാനികളെ പഠിപ്പിക്കുന്നതും ക്ഷീണിതരെ ഉത്തേജിപ്പിക്കുന്നതും ചിറകുകൾ തകർന്നവർക്ക് പുതിയവ നൽകുന്നതും കാരുണ്യമായി കണക്കാക്കുകയാണെങ്കിൽ സാത്താൻ്റെ അടിമകളായി തീരുന്നവർക്ക് നിത്യസത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നതും അവരുടെ മേൽക്കോയ്മ കരസ്ഥമാക്കി പ്രവാചകന്മാരെന്ന് സ്വയം നടിക്കുന്നതും സാധാരണക്കാരുടെ മുന്നിൽ തങ്ങളെ തന്നെ പരിഹാസ്യമാക്കി തീർക്കുന്നതും ആളുകളെ ദുഷിപ്പിക്കുന്നതും ദൈവിക കാര്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് നിന്ദനീയമാക്കുന്നതും അവിവേകമായി കണക്കാക്കേണ്ടി വരും. മറ്റുള്ളവരെ മനപരിവർത്തനം ചെയ്യിക്കുന്നതിനും ദൈവത്തെ സേവിക്കുന്നതിനും യഥാർത്ഥ ശിഷ്യന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ഇവയൊക്കെയാണ്: പരിപൂർണ ബഹുമാനം, സംസാരിക്കാനുള്ള പ്രാപ്തി, നിശബ്ദത പാലിക്കാനുള്ള പ്രാപ്തി, ചിന്തിക്കുക, പ്രവർത്തിക്കുക, നിങ്ങളുടെ ചിന്താശക്തിയെ കൂടുതൽ പ്രകാശമാനമാക്കുന്നതിനുള്ള എല്ലാ പ്രകാശവും ദൈവം നിങ്ങൾക്ക് തരും. നിത്യസത്യങ്ങൾ മുത്തുകൾ പോലെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
മുത്തുകൾ ഒരിക്കലും പന്നികൾക്ക് എറിഞ്ഞു കൊടുക്കാറില്ലല്ലോ. അഥവാ അങ്ങനെ ചെയ്താൽ അവ മുത്തുകൾ ചവിട്ടി തകർക്കുകയും തങ്ങളെ പരിഹസിക്കാൻ ശ്രമിച്ചു എന്ന ധാരണയിൽ നിങ്ങളെ കുത്തിക്കീറാനായി പാഞ്ഞടുക്കുകയും ചെയ്യും. വിലപ്പെട്ട മുത്തുകളെക്കാൾ അവയ്ക്കിഷ്ടം ഓക്കുമരത്തിന്റെ കായുകളോ സൂപ്പിന്റെ ഉച്ഛിഷ്ടമോ ഒക്കെ ആയിരിക്കും. ദിവ്യമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. അത് ഇന്നത്തേക്കും നാളത്തേക്കും വേണ്ടതാണ്. എൻ്റെ മക്കളെ, നിങ്ങളോട് ഞാൻ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അവ ശ്രദ്ധിച്ചു കേൾക്കുകയും ജീവിതത്തിൽ നടപ്പാക്കുകയും ചെയ്യുന്നവരെ വീട് പണിയാൻ വേണ്ടി പാറയുടെ പ്രദേശം തിരഞ്ഞെടുത്ത ഒരാളോട് ഉപമിക്കാം. അയാൾ വളരെ പാടുപെട്ടായിരിക്കും വീടിന്റെ അടിസ്ഥാനം ഉറപ്പിച്ചത്. പിക്കാസും ഉളിയുമൊക്കെ ഉപയോഗിച്ച് അയാൾ കഠിനമായി ജോലി ചെയ്ത് കാണും. അങ്ങനെ അയാളുടെ കൈകൾ തഴമ്പിക്കുകയും നട്ടെല്ല് വേദനിക്കുകയും ചെയ്തിട്ടുണ്ടാവും. എങ്കിലും പാറയുടെ വിടവുകൾ കുമ്മായം വെച്ച് അടക്കാനും ഇഷ്ടികകൾ തമ്മിൽ അടുപ്പിച്ച് ഉറപ്പുവരുത്തുവാനും അയാൾക്ക് കഴിഞ്ഞിരിക്കുമെന്ന് തീർച്ചയാണ്. അതിന് കോട്ടയുടെ ഭിത്തി പോലെ ഉറപ്പു ലഭിക്കുകയും ആ വീട് ഒരു പർവ്വതത്തെ പോലെ അചഞ്ചലമായി തീരുകയും ചെയ്യും. രൂക്ഷമായ കാലാവസ്ഥകൾ മാറി മാറി വന്നാലും, നദികളിൽ വെള്ളപ്പൊക്കമുണ്ടാവുന്ന അതികഠിനമായ വർഷപാതമുണ്ടായാലും, ചീറിപ്പായുന്ന കൊടുങ്കാറ്റടിച്ചാലും, തിരമാലകൾ ഇരച്ചു കയറിയാലും അതിനൊന്നും സംഭവിക്കുകയില്ല. ഉറച്ച വിശ്വാസമുള്ളവന്റെ സ്ഥിതിയും ഇതുതന്നെയാണ്. നേരെ മറിച്ച് ഉപരിപ്ലവമായി എൻ്റെ വാക്കുകൾ കേൾക്കുകയും ഹൃദയത്തിൽ അവ സൂക്ഷിച്ചു വയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ബുദ്ധിമുട്ടാനും സഹിക്കാനും ദുശീലങ്ങൾ വലിച്ചെറിയാനും മടിയുള്ളവനാണ്. തൻ്റെ അലസതയും വിഡ്ഢിത്തവും നിമിത്തം മണൽപ്പുറത്ത് വീട് വെച്ചവന് സദൃശനാണ്. തിടുക്കത്തിൽ വെച്ച വീട് പ്രതികൂലമായ കാലാവസ്ഥ വരുമ്പോൾ പെടുന്നനെ ഇടിഞ്ഞു വീഴുന്നു. നിരാലംബനായ ആ വിഡ്ഢി തകർന്നു കിടക്കുന്ന കല്ലുകളെയും കെട്ടിടത്തെയും നോക്കി നെടുവീർപ്പിടും. പണവും അധ്വാനവും ഉണ്ടെങ്കിൽ തകർന്ന വീണ വീട് നന്നാക്കിയെടുക്കാം. എന്നാൽ ആത്മാവാകുന്ന കെട്ടിടം തകർന്നു പോയാൽ അത് പണിക്കുഴപ്പം മൂലമാണെങ്കിൽ പുതുക്കി പണിയാൻ യാതൊരു വഴിയുമില്ല. അങ്ങനെ ഒരാൾക്ക് ഭാവി ജീവിതം കെട്ടിപ്പടുക്കാൻ സാധ്യമല്ല. ഇടിഞ്ഞു പൊളിഞ്ഞ കല്ലുകളെ നോക്കി നെടുവീർപ്പിടുന്നവർക്ക് ഹാ കഷ്ടം. ഞാൻ നിർത്തുകയാണ്. ഞാൻ താഴെ കായൽക്കരയിലേക്ക് പോകുന്നു. ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ. എങ്കിലും ജനം പറഞ്ഞു, ഞങ്ങളും അങ്ങയോടൊപ്പം വരുന്നു. അങ്ങയുടേതുപോലെയുള്ള വാക്കുകൾ വേറെ ആരിൽ നിന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. താൻ കയറി വന്ന ദിശയുടെ മറുവശത്തേക്ക് ഈശോ ഇറങ്ങിപ്പോയി. അത് കഫർനാമിലേക്കുള്ള വഴിയായിരുന്നു. അത് വളരെ കിഴക്കാം തൂക്കായിരുന്നതിനാൽ യാത്രയ്ക്ക് വേഗത കൂടി. താമസിയാതെ അവർ പർവ്വതത്തിന്റെ അടിഭാഗത്തുള്ള സമതലത്തിലെത്തി. അവിടം ഇലകളും പൂക്കളും കൊണ്ട് അലങ്കൃതമായിരുന്നു. ഇന്ന് ഇത് മതി, ബാക്കി നാളെ ആവട്ടെ, ഈശോ പറഞ്ഞു.